കമ്മിറ്റി റിപ്പോർട്ടിന് വീണ്ടും ഇപ്പോൾ ചൂടുപിടിച്ചിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് പൂർണ്ണമായും പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകാനാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ഈ നടപടിയെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പകപോക്കലോ ബ്ലാക്ക്മെയിലിംഗോ ഉണ്ടാവില്ലെന്നതുകൂടി അന്വേഷണ സംഘം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയവരും ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പീഡനം ആരോപിക്കുന്നവരും വർഷങ്ങളുടെ പഴക്കമുള്ള കഥകളാണ് നിരത്തുന്നത്. സ്ത്രീ പീഡനത്തിന് കേസ് രജിസ്റ്റർ ചെയ്യാൻ കാലപ്പഴക്കം ഒരു തടസ്സമല്ലെങ്കിലും എല്ലാ വശങ്ങളും പരിശോധിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നതാണ് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ആപ്തവാക്യം. ഇത് നടിമാരുടെ വെളിപ്പെടുത്തലിന്മേൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസിലും ബാധകമാകണം. തെറ്റ് ചെയ്തവർ എത്ര ഉന്നതരായാലും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അതുപോലെ തന്നെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചവർ ഉണ്ടെങ്കിൽ അവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട്. നടൻ മുകേഷിനെതിരെ പരാതി നൽകിയ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് മുകേഷ് തന്നെ പീഡിപ്പിച്ച ശേഷം മറ്റൊരവസരത്തിൽ പണം ആവശ്യപ്പെട്ടതായി ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇത്തരം മൊഴികൾ യഥാർത്ഥത്തിൽ ചൂഷണം ചെയ്യപ്പെട്ടവരുടെ വിശ്വാസ്യതയ്ക്ക് കൂടിയാണ് തിരിച്ചടിയായി മാറുക. പരസ്പര സമ്മതപ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം പിന്നീട് അതിനെ മുതലെടുപ്പിനായി ഉപയോഗപ്പെടുത്തുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് സിനിമാ രംഗത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റിയെ കേരള സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ ഈ കമ്മിറ്റി എല്ലാ വശവും പഠിക്കാതെ ഏകപക്ഷീയമായാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നതെന്ന പരാതിയും ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട്. ഇക്കാര്യവും ഗൗരവമായി ബഹുമാനപ്പെട്ട കോടതികൾ പരിശോധിക്കേണ്ടതുണ്ട്. സർക്കാർ ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുന്നത് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ മൊത്തം പ്രശ്നങ്ങൾ പഠിക്കാനാണ്. അതല്ലാതെ WCC എന്ന സിനിമാ മേഖലയിലെ ഒരു ചെറിയ സംഘടനയിലെ അംഗങ്ങളുടെ വാദങ്ങൾ കേൾക്കാനല്ലെന്നതും നാം ഓർക്കേണ്ടതുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ സുപ്രീം കോടതി വരെ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള കാര്യമാണിത്. മലയാള സിനിമയിലെ പ്രബല സംഘടനയായ അമ്മ, ഫെഫ്ക, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളിൽ ധാരാളം സ്ത്രീകളുണ്ട്. ഇവരുടെ ഒന്നും മൊഴി ഹേമ കമ്മിറ്റി രേഖപ്പെടുത്താത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ് സിനിമാ സംഘടനകൾ ഉന്നയിക്കുന്നത്. തീർച്ചയായും ഈ ചോദ്യത്തിനും പ്രസക്തിയുണ്ട്. ഹേമ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിന് മാത്രമായി വൻ തുകയാണ് പൊതുഖജനാവിൽ നിന്നും ചിലവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് സംബന്ധമായി ഉയർന്നു വരുന്ന വിമർശനങ്ങൾക്ക് സർക്കാരിനും വിശദീകരണം നൽകേണ്ടി വരും. ഈ കമ്മിറ്റിക്ക് മുൻപാകെ ഒരു പ്രമുഖ നടി നൽകിയ മൊഴി വിശ്വാസയോഗ്യമല്ലെന്ന ഹേമ കമ്മിറ്റിയുടെ വിലയിരുത്തലിലും കൂടുതൽ വിശദീകരണം ആവശ്യമാണ്. മലയാള സിനിമാ മേഖലയിൽ മാത്രമല്ല, സ്ത്രീകൾ ജോലി ചെയ്യുന്ന എല്ലാ മേഖലയിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾ നേരിടുന്നുണ്ട്. ഇതിനെല്ലാം പരിഹാരം തീർച്ചയായും ആവശ്യമാണ്. ഇപ്പോൾ തന്നെ ഹേമ കമ്മിറ്റി മോഡൽ ഒരു സമിതി വേണമെന്ന ആവശ്യം മറ്റു പല മേഖലകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. ഇക്കാര്യവും ഗൗരവമായി തന്നെ സർക്കാർ പരിശോധിക്കേണ്ടതുണ്ട്. സ്ത്രീപക്ഷ സർക്കാരാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ എന്നത് തുടർച്ചയായ നടപടികളിലൂടെ വ്യക്തമാണ്. ആരൊക്കെ എതിർത്താലും അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ നിലപാടിനെ പിന്തുണയ്ക്കുമ്പോൾ തന്നെ നിരപരാധികളായ പുരുഷന്മാർ വേട്ടയാടപ്പെടരുത് എന്ന കാര്യത്തിലും സർക്കാർ ജാഗ്രത പുലർത്തണം. അതുപോലെ തന്നെ ആരോപണങ്ങളെ ഒരു തെളിവുകളുടെയും പിൻബലമില്ലാതെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന രീതിയെയും പരിഷ്കൃത സമൂഹം ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ചാനൽ കിടമത്സരത്തിൽ റേറ്റിംഗിന് വേണ്ടി എന്തുമേതും ലൈവായി പ്രക്ഷേപണം ചെയ്യുന്ന രീതിയാണ് നിലവിൽ ദൃശ്യമാധ്യമങ്ങൾ ഉൾപ്പെടെ സ്വീകരിച്ചു വരുന്നത്. ഈ രീതി പലരുടെയും കുടുംബത്തെയും ബാധിക്കുന്ന രൂപത്തിലേക്കാണ് വളർന്നിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ കുറ്റാരോപിതർ അവർ ആര് തന്നെയായാലും പിന്നീട് അവരുടെ നിരപരാധിത്വം തെളിഞ്ഞാലും പൊതുസമൂഹത്തിൽ നിന്നും കുറ്റവിമുക്തരാക്കപ്പെടാത്ത സ്ഥിതിയാണ് സംജാതമാകുക. അപകടകരമായ സ്ഥിതിവിശേഷണമാണിത്. അതെന്തായാലും പറയാതെ വയ്യ.